ഹായ് ഫ്രണ്ട്സ്, മലയാളം ബിഗ് ബോസ് സീസൺ 7 ഡേ 22-ൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ന് ആ സ്വേച്ഛാധിപതി എന്ന് പറഞ്ഞ ടാസ്ക് ഒക്കെ നടക്കുക. ആരായിരിക്കും അതിനകത്ത് ജയിക്കുക? ക്യാപ്റ്റൻസി ടാസ്ക് നടക്കുക. അതിൽ ആരൊക്കെയാണ് ജയിക്കുക? വേറെ എന്തൊക്കെ വഴക്കുകൾ ഉണ്ടാകാൻ പോകുന്നു, എന്തൊക്കെ സംഭവ വികാസങ്ങൾ ഉണ്ടാകാൻ പോകുന്നു ഒക്കെ നമുക്ക് നോക്കാം. അപ്പോൾ സമയം അധികം കളയേണ്ട, നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് കിടക്കാം. ആദ്യം തന്നെ മോർണിംഗ് സോങ് ആണ് കേട്ടോ. ബേബി 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 നീ വാട്ട് ആർ യു ഡൂയിങ് ബേബി, ആ പാട്ടാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് അനൗൺസ് ചെയ്യണം, നിങ്ങൾക്ക് തൊപ്പി ഊരി മാറ്റം. അപ്പോൾ ആര് ഒരു ദിവസം കൂടെ ഞാൻ തൊപ്പി ഇട്ടോട്ടെ ബിഗ് ബോസേ എന്നൊക്കെ ചോദിച്ചിട്ട് കളിയാക്കണ പോലെ കേട്ടോ. ആര്യന് അറിയാമല്ലോ, ഈ ആഴ്ച ഫുള്ള് ഇത് തന്നെയാണ് പണി. ഫുൾ കളിയാക്കലും, ആരും ഒരു മൈൻഡില്ല. അങ്ങനെ പതുക്കെ 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 ആൾ ഇങ്ങനെ ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുന്നു ഓരോ ദിവസവും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കിച്ചണിലാണ്. ആസ് യൂഷ്വൽ കിച്ചണിൽ എല്ലാ ദിവസവും രാവിലെ ഉണ്ടാവില്ല ഒരു വഴക്ക്. എന്ന് നവീൻ, ഈ 5 കിലോ പഞ്ചസാര ഞാൻ തിന്ന് നിർത്തുന്നതാണോ നീ പറയണതൊക്കെ അനുവിൻ്റെ അടുത്ത് വയ്ക്കുക. അനുവിന് നീ എല്ലാം തിന്ന് നിർത്തുന്നല്ല പറയുന്നത്, പക്ഷേ നീ കുറേ ടീ ഇട്ട് കുടിക്കുന്നുണ്ട്, കട്ടൻ ചായയൊക്കെ കുറേ ഇട്ട് കുടിക്കുന്നുണ്ട്, അപ്പം നീയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ രേണു ചേച്ചിന് എന്താ പറയാത്തത്? രേണു ചേച്ചി ഭക്ഷണം കഴിക്കുമ്പോൾ മാത്രമാണ് യൂസ് ചെയ്യുന്നത്, നീ അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വെറുതെ ഇരുന്ന് തിന്ന ആരെങ്കിലും കണ്ടോ എന്നൊക്കെ ചോദിക്കുക നമ്മുടെ നവീൻ. അതിന് ഭയങ്കര വഴക്കടാനുമായിട്ട്. നീ വേണമെങ്കിൽ നിൻ്റെ വീട്ടിൽ പോയിട്ട് ഇതുപോലെ ചായ ഇട്ട് കുടിച്ചോ. അപ്പോൾ ഞാനല്ല, നീ പോ നിൻ്റെ വീട്ടിൽ എന്നൊക്കെ പറയാം. എന്നിട്ട് ഞാൻ ഇനിയും അങ്ങനെ ഇഷ്ടമുള്ള പോലെയൊക്കെ ഞാൻ ചായ കുടിക്കും. നീ എന്താ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ചെയ്തോ. അനുമോളാണ് അവിടുത്തെ കിച്ചണിൻ്റെ ക്യാപ്റ്റൻ അല്ലല്ലോ. അപ്പോൾ എന്നാലും ഞാൻ നിനക്ക് തരൂല എന്നൊക്കെ പറഞ്ഞിട്ട് തരാം. എന്നിട്ട് അനു പറയും, ഞാനുള്ളതുകൊണ്ട് ഇവിടെ കറക്റ്റ് സമയത്ത് ഭക്ഷണമൊക്കെ കഴിക്കണം. പിന്നെ ബ്രഞ്ചല്ലേ നീ കൊടുക്കണേ, എന്നാലും സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണമല്ലേ കൊടുക്കണേ എന്നൊക്കെ പറഞ്ഞ് ഞാനിട്ട് കൊണ്ട് ഭയങ്കര ഫൈറ്റാണ് കേട്ടോ. പിന്നെ എന്നിട്ട് ക്യാപ്റ്റൻസി ടാസ്ക്കാണ്. കോഴിപ്പോര് എന്നാണ് ടാസ്കിൻ്റെ പേര്. 3 പേരാണല്ലോ ക്യാപ്റ്റൻസി ടാസ്കിലുള്ളത്. അതിൽ 3 വളയം പോലെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് 5 കോഴികൾ വീതമുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ കോഴികളെ എടുത്തിട്ട് 6 സർക്കിളിലേക്കാണ് എറിയണത്. അവരാണ് ജയിക്കണത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര അടിയും പിടിയും ബഹളമൊക്കെ. ലാസ്റ്റ് ആരാണ്? നമ്മുടെ അപ്പാനിയാണ് ജയിക്കുന്നത് കേട്ടോ. അങ്ങനെ അപ്പാനിയാണ് ഈ ആഴ്ചയിലെ ക്യാപ്റ്റൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് ബിന്നി ഇങ്ങനെ കിടക്കുകയാണ്, അല്ല സോഫയിലിരിക്കുകയാണ്, സോഫയിലാന്നാണ് ബീൻ ബാഗിലിരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞാൽ യോഗട്ട് എന്താ എല്ലാവർക്കും കൊടുക്കാത്തേ, എന്താ ഷെയർ ചെയ്യാത്തതെന്നൊക്കെ ചോദിക്കുക. അപ്പോഴേക്കും അനീഷ്, ക്യാപ്റ്റൻ ചെയ്യുന്നത് ശരിയല്ല, എല്ലാവർക്കും യോഗട്ട് കൊടുക്കണം, അതാണ് മര്യാദ. എന്നിട്ട് ഞാനും പണിപ്പുരപ്പോൾ കഷ്ടപ്പെട്ട് എടുത്തുകൊണ്ട് വന്നതാണ്, അപ്പോൾ എനിക്കും കിട്ടണം. സാൻഡ്വിച്ചും തന്നില്ല, കേടും തന്നില്ല, എന്താണിത്? അപ്പോഴേക്കും മറ്റേ ആരും ഭയങ്കര ഇങ്ങനെ ഡാൻസൊക്കെ കാണിച്ച് കുറേ ആക്ഷനൊക്കെ അനീഷിനെ കാണിക്കുന്നുണ്ട്. ഷാനവാസ് പറഞ്ഞു, ചീസും കിട്ടിയില്ല, യോഗട്ട് കിട്ടിയത് ഞാൻ വാങ്ങിച്ച് കഴിച്ചു. അപ്പോൾ അക്ബർ പറഞ്ഞു, അങ്ങനെ അല്ലല്ലോ ഷാനവാസിക്കാർ കുറച്ച് ദിവസം മുമ്പ് പറഞ്ഞത്, ഇവിടെ ഉള്ള സ്ഥലങ്ങൾ എല്ലാവർക്കും ഉള്ളതെന്നല്ലേ. എല്ലാവർക്കും ഉള്ളതെന്ന് പറഞ്ഞ് കുറേ ഫൈറ്റ് ആക്കിയിട്ട് എന്താ കാര്യം? ലാസ്റ്റ് ഒന്നും കിട്ടത്തുമില്ല, കഴിച്ചാക്കുക തന്നെ മിച്ചം. അപ്പോൾ പിന്നെ എനിക്ക് ക്യാപ്റ്റൻ തന്നു, ഞാനെടുത്ത് കഴിച്ചു. നിങ്ങൾ വലിയ ഡയലോഗ് അടിക്കൽ മാത്രമേ ഉള്ളൂ എന്നൊക്കെ നമ്മുടെ അക്ബർ പറയണം. ക്യാറ്റ് നന്ന് കഴിക്കണോണ്ട് അതെങ്കിലും കിട്ടിയെന്ന് പറയാം. നീ വേണമെങ്കിൽ വല്ല മുരിക്കുമുള്ളിൽ അങ്ങാനും എന്നൊക്കെ പറഞ്ഞ് ചൊറിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പോകുന്നൊക്കെ പറഞ്ഞിട്ട് പറയാം. അപ്പോൾ എന്നിട്ട് നീ നിൻ്റെ പണി നോക്കടാ എന്ന് പറയാം അക്ബറിനടുത്ത്. ഞാൻ എൻ്റെ പണിയല്ലേ നോക്കണം, ഞാൻ വെസൽ കഴുകിക്കൊണ്ടിരിക്കുകയല്ലേ എന്നൊക്കെ പറയാം. അപ്പം ആരും വന്നിട്ട് ആർക്കെങ്കിലും വേണോ യോഗട്ട്, ആർക്കെങ്കിലും വേണോ? അപ്പോൾ അനീഷ്, വേണ്ട എല്ലാം കഴിച്ചിട്ട് ലാസ്റ്റ് 10% ഉള്ളത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറല്ല. എനിക്ക് കിട്ടേണ്ട യോഗട്ട് എനിക്ക് കിട്ടണം. ഞാനും കൂടെ പണിപ്പുരയെ പോയി അധ്വാനിച്ചുണ്ടാക്കിയതാണിത്. സാൻഡ്വിച്ച് കിട്ടിയില്ല, യോഗട്ട് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എന്നിട്ട് അനീഷേട്ട എന്ന് പറഞ്ഞാൽ അടുത്തുകൊണ്ട് സ്പൂൺ കൊണ്ട് നോക്കാം. ഞാൻ കഴിക്കില്ല എന്ന് പറഞ്ഞാൽ ഒരൊറ്റ സ്റ്റാൻഡാണ് ആൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്വേച്ഛാധിപതികൾ എന്ന് പറഞ്ഞിട്ട് ഉള്ള ടാസ്ക് ആണ്. അതിൽ 2 പേർക്ക് സ്വേച്ഛാധിപതിയാവാം. അതായത് ഈ ആഴ്ചയിലെ ഭരണം മുഴുവൻ അവരുടെ കയ്യിലായിരിക്കും, ചിലരുടെ നിയന്ത്രണവും അവരുടെ കയ്യിലായിരിക്കും. ഇതെല്ലാം പോരാഞ്ഞിട്ട് ഈ സീസണിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അതായത് പണിപ്പുര, അതിൻ്റെ സർവ്വാധികാരിയും അതിൻ്റെ എല്ലാ ഇതും ഡിസിഷൻ എടുക്കുന്നതും ഒക്കെ ഈ സ്വേച്ഛാധിപതി ആയിരിക്കും. ചുരുക്കി പറഞ്ഞാൽ സർവ്വാധികാരികൾ ആയിരിക്കും അവർ. ഓക്കെ, ഈ സ്വേച്ഛാധിപതി ടാസ്കിന് വേണ്ടിയിട്ട് 15 കാൽപാദങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിൽ 15 ആൾക്കാർ നിൽക്കുക. അതിൽ 6 പേരെടുത്ത് ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ അവർ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞ ആരൊക്കെയാണോ അവരെയാണ് സെലക്ട് ചെയ്യാനായിട്ട്. ഈ 15 പേരിൽ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞ 6 ആൾക്കാരെ സെലക്ട് ചെയ്യും. അങ്ങനെ സെലക്ട് ചെയ്തെടുത്താണ് അത് പിന്നീട് BB+ലായിരിക്കും കാണിക്കട്ടോ. ഇതിന് അത് കാണിച്ചില്ല, എപ്പിസോഡിൽ കാണിച്ചില്ല. അഭിലാഷ്, ഒണീൽ, അപ്പാനി, ജിസൈൽ, അനു, ശൈത്യ, അങ്ങനെ 6 പേരെയാണ് ഈ 15 പേരിൽ നിന്ന് സെലക്ട് ചെയ്തേക്കുന്നത് നമ്മുടെ സ്വേച്ഛാധിപതി ടാസ്കിലേക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ട്
അനീഷിനത് ഇഷ്ടപ്പെട്ടില്ല, അനീഷിനെ സെലക്ട് ചെയ്യാത്ത ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അനീഷ് മനഃപൂർവ്വം നിങ്ങൾ ഗ്രൂപ്പ് കളിക്കുകയാണ്. അപ്പോൾ അതിൽ അതൊക്കെ ഓരോ ആൾക്കാരുടെ ഒപ്പീനിയൻ അല്ലേ ചേട്ടാ, അതൊക്കെ എന്താ പറയാനുള്ളതെന്നൊക്കെ പറയാം. അനീഷ് ഇല്ല അങ്ങനെയല്ല, നിങ്ങൾ ഞാൻ കറക്റ്റായിട്ട് ഞാൻ എല്ലാത്തിനും ഉത്തരം പറഞ്ഞു അങ്ങനെ ഇങ്ങനെയൊക്കെ പറയാം. അപ്പോൾ അതിൽ ചേട്ടന് നിലപാടില്ല നൂറ, എന്തിനാ ആദ്യമായിട്ട് ചേട്ടൻ പോകാൻ വേണ്ടി ഇരുന്നത്, നിങ്ങൾ മനഃപൂർവ്വം എൻ്റെ സമയം കളഞ്ഞതാ, ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി ലേറ്റായിട്ട് എൻ്റെ സമയം കളഞ്ഞാൽ എല്ലാവരും കൂടെ ഗ്രൂപ്പ് കളിച്ചതാന്നൊക്കെ ഇരുന്ന് പറയുന്നുണ്ട്. ചേട്ടൻ ആദ്യമായിട്ട് പോയതുകൊണ്ടല്ലേ എന്നൊക്കെ പറയാം. എന്നിട്ട് നിങ്ങൾ രണ്ട് ഗ്രൂപ്പ് കളിക്കണമെന്നൊക്കെ പറഞ്ഞാൽ ആദ്യം തന്നെ പറയും ഞങ്ങൾക്ക് എന്ത് ഗ്രൂപ്പ്, ചേട്ടൻ സംസാരിച്ച് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാണ് അങ്ങനെ. എന്നിട്ട് ഈ അനീഷ് ഓരോ കാര്യം പറയുമ്പോഴും മറ്റേ അതിലെ കൂടെ ഇരുന്നിട്ട് അനീഷിൻ്റെ കൂടെ ഇങ്ങനെ പറയുന്ന സെയിം സെൻറ്റൻസ് തന്നെ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം നമുക്ക് ഭ്രാന്തവും. എല്ലാ കാര്യങ്ങളും ഇവിടെ ഭംഗിയായിട്ട് നടന്നത് എൻ്റെ കാലത്തായിരുന്നു. അപ്പോൾ അതിൽ ചേട്ടൻ്റെ കാലം എന്ന് പറഞ്ഞാൽ മറ്റേ AD അല്ലെങ്കിൽ BC എപ്പോഴായിരുന്നു ചേട്ടൻ്റെ കാലം എന്നൊക്കെ ചോദിച്ചിട്ട് കളിയാക്കാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് 2 ടീമായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഈ 6 പേര് 2 ടീമായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ടൊരു 15 സെക്കൻഡ് വരും, അതിനുള്ളിൽ ഈ 2 ടീമിൽ, അതായത് ഓരോ ടീമിൽ 3 പേര് വെച്ചിട്ടുണ്ടാവും. അതിനകത്ത് ഒരു ടീമിൽ നിന്ന് ഒരാളെ മറ്റേ ടീമിൽ നിന്ന് ഒരാളെ അങ്ങനെ ഇവർ ഡിസൈഡ് ചെയ്തിട്ട് 2 ടീമിൽ നിന്ന് ഓരോ ആൾക്കാരെ ഔട്ടാക്കണം. 15 സെക്കൻഡേ ഉള്ളൂ കേട്ടോ സമയം. ഇവർ ആലോചിച്ചിട്ട് ആർക്കും പുറത്താക്കാൻ പറ്റുന്നില്ല കേട്ടോ. 2 ടീം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് അനു, ശൈത്യ, അഭിലാഷ്, പിന്നെ അടുത്ത ടീം ഒനീൽ, ജിസയിൽ, നവീൻ എന്നാണ് കേട്ടോ. അപ്പോൾ അതിനകത്തുനിന്ന് ഓരോരുത്തർ വെച്ച് നിങ്ങൾ 15 സെക്കൻഡിൽ ഇവർക്ക് എടുക്കാൻ പറ്റില്ലെങ്കിൽ ഈ ഗ്രൂപ്പിൽ പെടാത്ത ബാക്കിയുള്ള ആൾക്കാരില്ലേ അവർക്ക് തീരുമാനിക്കാം. അങ്ങനെ അവർ ആദ്യം ഒനീലിനെ സെലക്ട് ചെയ്തു. ടീം എന്ന് ഒനീലിനെ സെലക്ട് ചെയ്തു ഔട്ടാക്കാൻ വേണ്ടി, ടീം ബിന്ന് അനുവിനെ സെലക്ട് ചെയ്തു. അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു ഈ ഔട്ടായ ആൾ, അതായത് ഒനീലിൻ്റെ ഫോട്ടോ അവിടെ ഒരു സാധനമുണ്ട് ഇതിൽ ക്ലിപ്പ് ചെയ്യാം, എന്നിട്ട് ഇവർ രണ്ടും കൂടെ അത് കത്തിച്ച് കളയണമെന്ന്. നമ്മുടെ ജിസയിലും നവീനും കൂടെ. ഒനീലിന് അത് ഓക്കെ ആയിരുന്നു. അപ്പം അനുവിൻ്റെ ഫോട്ടോ എടുത്തിട്ട് നമ്മുടെ അഭിലാഷിൻ്റെ അടുത്ത് ശൈത്യടുത്തും കത്തിക്കാൻ പറഞ്ഞു. അനു പറഞ്ഞു അയ്യോ എനിക്ക് നിങ്ങൾ എന്നെ ഔട്ടാക്കിയതല്ല എനിക്ക് പ്രശ്നം, കുഴപ്പമില്ല, പക്ഷേ എൻ്റെ ഫോട്ടോ കത്തിനെ എനിക്ക് സഹിക്കാൻ പറ്റില്ല, എൻ്റെ ഫോട്ടോ ഇന്ന് വരെ ആരും കത്തിച്ചിട്ടില്ല. ഇതൊരു ടാസ്ക്കായിട്ട് കണ്ടാൽ പോലെ എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അയ്യോ പറ്റത്തില്ല, എനിക്ക് എൻ്റെ ഫോട്ടോ ആരും ഇന്നേ വരെ കത്തിച്ചിട്ടില്ല, എനിക്കത് അയ്യോ എന്നൊക്കെ പറഞ്ഞു. ഇത്രയ്ക്കൊക്കെ കാണിക്കാനുണ്ടോ? അപ്പോൾ എൻ്റെ ഒനീലിനെ നമ്മുടെ അക്ബർ അവൻ ഇതിനേക്കാളും വലിയ ടാസ്ക് കഴിഞ്ഞതായിരുന്നു, കൊട്ടിയിട്ട് വന്നല്ലേ, മറ്റേ ജയിലിലിരുന്ന് കൊട്ടിയില്ല, ഫുൾ ഡേ ഇരുന്ന് കൊട്ടി, അതിനേക്കാളും വലുതൊക്കെ കഴിഞ്ഞു വന്നാൽ. അപ്പോൾ അവനിതൊന്നും ഒരു പ്രശ്നമല്ല എന്നൊക്കെ പറയാം. അപ്പോൾ ആരും പറയാം ഇപ്പം നിനക്കെൻ്റെ ഫീലിങ്സ് മനസ്സിലായി. എന്ത് ഫീലിങ്സ്, എവിടുത്തെ ഫീലിങ്സ് അനുഭവിക്കും? ആ മുടി പൊട്ടടിക്കുന്ന കാര്യമാണോ പറഞ്ഞത്? അത് തന്നെ എന്ന് പറഞ്ഞു. പിന്നെ എന്നിട്ട് ഞാൻ അടുത്തതും ഒരു റൗണ്ടും കൂടി ഉണ്ട്. ഇതിനകത്ത് ജയിച്ചത് അപ്പോൾ ആരാ? ജിസയിലും നവീനും ഒരു സെറ്റ്, മറ്റേ സെറ്റിൽ അഭിലാഷും ശൈത്യം. 2 പേർക്കാണല്ലോ സ്വേച്ഛാധിപതി ടീം ആവാൻ പറ്റുന്നത്. അപ്പോൾ അതിനകത്ത് ഇനി ഒരു റൗണ്ടും കൂടെ ഉണ്ട്. അതിൽ 3 പ്രാവശ്യമാണ് ഗെയിം ഉള്ളത് കേട്ടോ. ആ ടാസ്ക് പിന്നീടാണ് നടക്കുന്നത്. പിന്നെ എന്നിട്ട് അനു ശൈത്യം കൂടെ റൂമിലിരിക്കുക. അപ്പോൾ ശൈത്യം നിന്നെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി അവർ ഓരോന്ന് പറയണതാണ്, നീ അതിലൊന്നും വീഴരുത്. അപ്പോൾ അനു എൻ്റെ ഫോട്ടോ ഇന്നേ വരെ ആരും കത്തിച്ചിട്ടൊന്നുമില്ല, ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ ഫോട്ടോ ഒന്നും കത്തിക്കില്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പം അങ്ങനെയൊന്നും ആലോചിക്കേണ്ട, അതൊരു ടാസ്ക്കായിട്ട് പറഞ്ഞ് ആലോചിച്ചാൽ മതി എന്നൊക്കെ പറയാം. എന്നിട്ട് അപ്പാനിയും അനുവിൻ്റെ പുറകെ നടക്കുന്നുണ്ട്. ഇതൊരു ഗെയിമായിട്ട് നീ കാണ്, അത്ര വലിയ സീരിയസ് ആയിട്ട് എടുക്കില്ലേ? അപ്പോൾ അതെ ഞാൻ പിന്നെ മനുഷ്യനൊന്നും അല്ലല്ലോ, ഞാൻ ചോറൊന്നും അല്ലല്ലോ കഴിക്കണം, അപ്പോൾ പിന്നെ എനിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആര്യം പറഞ്ഞ് ഇതൊക്കെ ഒരു പാർട്ട് ഓഫ് ദി ഗെയിം അല്ലേ, അത് കീറിക്കളഞ്ഞാൽ മതിയായിരുന്നല്ലേ, കത്തിച്ചൊന്നും കളയണ്ടായിരുന്നല്ലേ എന്ന് പറയാണ്ട് അപ്പാന് സോറിയൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഒനിയിൽ അത് ഏറ്റവും കൂടുതൽ പേടിയുള്ള ആൾക്കാരാണ് ഇവർ ആദ്യം പുറത്താക്കണം അല്ലേ, ഈ അഭിലാഷിനെയൊക്കെ ആദ്യം പുറത്താക്കേണ്ടതായിരുന്നു എന്നൊക്കെ പറയാം കേട്ടോ. അതുകഴിഞ്ഞിട്ടും അനു പറയാം ഞാൻ ഫേക്കാണോ എന്ന് പുറമേ ഉള്ള ആൾക്കാരത് ചോദിച്ചൊക്കെ അവർക്കറിയാം എൻ്റെ സ്വഭാവം, ഫേക്കാണോ റിയൽ ആണോ എന്ന് അറിയാം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് 3rd ടാസ്കിലേക്ക് കിടക്കാണ്. വടംവലിയാണ് ടാസ്ക്. 2 ടീമായിട്ട് തിരിയണു. നമ്മുടെ ശൈത്യം അഭിലാഷും ഒരു ടീം, ജിസയിലും നവീനും ഒരു ടീം. 3 റൗണ്ട്സ് ഉണ്ട്. അതിൽ ആദ്യത്തെ 2 പ്രാവശ്യവും നമ്മുടെ ജിസയിലും നവീനും വലിച്ച് എടുത്തു. അങ്ങനെ ലാസ്റ്റ് സ്വേച്ഛാധിപതി പട്ടം ആർക്ക് കിട്ടി? നമ്മുടെ നവീനും ജിസയിലിനും കിട്ടി. അങ്ങനെ ബ്രേക്കിലേക്ക് പോയി. പിന്നെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യാൻ കേട്ടോ, നോമിനേഷൻ വരെയാണ്. അപ്പോൾ അതിലെ നൂറ ഇനി മുതൽ 2 മത്സരാർത്ഥികളായിട്ടാണ് മത്സരിക്കുന്നത്. ഇതുവരെ അവർ രണ്ടും ഒരാളായിട്ടല്ലേ, അപ്പോൾ 2 മത്സരാർത്ഥികളായിട്ടാണ് മത്സരിക്കുന്നത്. ഈ സ്വേച്ഛാധികാരികൾക്ക് 2 പേരെ ഡയറക്റ്റായിട്ട് എവിക്ഷനിലേക്ക് സെലക്ട് ചെയ്യാം. ഈ ഗ്രൂപ്പിൽ നിന്ന് ഇവരുടെ കണ്ടസ്റ്റൻസിൽ നിന്ന് 2 പേരെ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവർ സെലക്ട് ചെയ്യണത് ആദിലേനെയും അഭിലാഷിനെയാണ് കേട്ടോ സെലക്ട് ചെയ്യണത്. പിന്നെ മറ്റേ ആര്യ ഓൾറെഡി നോമിനേറ്റഡ് ആണ്, നമ്മുടെ ലാലേട്ടൻ ഡയറക്റ്റായിട്ട് നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അപ്പാനി ക്യാപ്റ്റൻ ആയതുകൊണ്ട് ആർക്ക് നോമിനേറ്റ് ചെയ്യാനും പറ്റില്ല. ഇനി ഇവർ ഈ സ്വേച്ഛാധികാരികൾ 7 പേരെ
സെലക്ട് ചെയ്യാം. ഈ 7 പേർക്ക് മാത്രമേ ഈ ആഴ്ച നോമിനേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ഓരോ ആൾക്കാരെ നോമിനേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നോമിനേറ്റ് ചെയ്യാൻ യോഗ്യരായിട്ടുള്ള 7 പേരെ സെലക്ട് ചെയ്യുക. അനീഷ്, അക്ബർ, ഷാനവാസ്, ബിന്നി, ആര്യൻ, രണ, ഒനീൽ, ഇങ്ങനെ 7 പേരെയാണ് സെലക്ട് ചെയ്തേക്കുന്നത്. ഇവർക്ക് ഏതെങ്കിലും കണ്ടസ്റ്റൻസിന്, മറ്റേ ആര്യനെ ഓൾറെഡി ഇതിലുണ്ട്, എവിക്ഷനിലുണ്ട്. പിന്നെ നമ്മുടെ അഭിലാഷ, ആദില, ഇവരെയൊക്കെ ഓൾറെഡി സെലക്ട് ചെയ്യണം. അപ്പോൾ ഇവരല്ല, അപ്പാനെ അല്ലാണ്ട് ബാക്കി ആരെങ്കിലുമൊക്കെ ഇവർക്ക് സെലക്ട് ചെയ്യാം. അങ്ങനെ സെലക്ട് ചെയ്ത് വോട്ട് എടുത്ത് അങ്ങനെ കിട്ടിയത് ബിന്നിക്ക് 2 വോട്ട്, രേണുവിന് 3 വോട്ട്, നൂറയ്ക്ക് 4 വോട്ട്, ഒനീലിന് 5 വോട്ട്, പിന്നെ ആര്യൻ, ആദില, അഭിലാഷ ഓൾറെഡി ഉണ്ട്. അങ്ങനെയാണ്. പിന്നെ അതിന് പറയാം, ഇനി ഒരു ട്വിസ്റ്റ് ഉണ്ട്. വെറുതെ അങ്ങനെ ഡയറക്റ്റായിട്ട് അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. ഒരു അധികാരം കിട്ടുമ്പോൾ അതിനൊരു എന്തെങ്കിലും കുറവും കൂടെ വരണ്ടേ. ഈ സ്വച്ഛാധികാരികൾ 7 പേരെ സെലക്ട് ചെയ്തല്ലോ. ഇനി ഈ 7 പേരും മുഴുവൻ സമയം ഈ സ്വച്ഛാധികാരികളുടെ അണ്ടറിലായിരിക്കും, നിയന്ത്രണത്തിലായിരിക്കും. അങ്ങനെ പിന്നെ കിച്ചണിൽ വീണ്ടും പ്രശ്നം കേട്ടോ. നവീൻ വന്നിട്ട് സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കണം എന്ന് പറയാം. അപ്പം രേണുവിൻ്റെ അടുത്ത് പറയാം. അപ്പം രേണു പറയാം, ഞാൻ നിൻ്റെ അടിമയൊന്നുമല്ല, നിൻ്റെ ഇതുണ്ടാക്കാം, നീ അടിമകളത്ത് പോയി പറ, നീ അല്ലേ സ്വച്ഛാധികാരി, നീ അടിമകളത്ത് പോയി പറയാന്ന് പറയാം. അപ്പം ഷാനവാസ് പറയാം, അയ്യോ സ്വച്ഛാധികാരി ചമ്മിപ്പോയേ എന്ന് പറഞ്ഞാൽ എല്ലാവരും കളിയാക്കട്ടെ. നവീൻ വന്നിട്ട് അനു ആ ദേഹർണക്കാരി അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, അപ്പം ഞാൻ എൻ്റെ 2 അടിമ കുട്ടികളെ അങ്ങോട്ട് വിടാം, അവരും കൂടെ ഇരുന്ന് സഹായിച്ച് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പം അനു അടുപ്പിക്കില്ലേട്ടോ ആരും. വേണ്ട, നമുക്ക് എന്താ ഉണ്ടാക്കണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഉണ്ടാക്കാമെന്നൊക്കെ പറയാണ്. അപ്പോൾ പറയും, ഇവർ ഫുഡ് ഉണ്ടാക്കും, എന്ത് മെനു എന്ത് വേണം എന്നുള്ളത് ഇവർ തീരുമാനിക്കും. ഈ 2 അടിമ കുട്ടികൾ തീരുമാനിക്കുന്നത് നമ്മുടെ നവീൻ പറയും, അതൊന്നും പറ്റില്ല, ഞങ്ങൾക്ക് ഉണ്ടാക്കാനുള്ള ഞങ്ങൾ ഉണ്ടാക്കാം, അവരാണെങ്കിൽ അവർക്കുള്ള ഉണ്ടാക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ തീരെ അങ്ങോട്ടും അതിന് സഹകരിക്കണില്ല കേട്ടോ ഗെയിമായിട്ട്. അപ്പോൾ റെനേനെയാണ് വിടുന്നത് കേട്ടോ. റെന പറഞ്ഞ് എപ്പോഴും മെയിൻ ഷെഫായിട്ട് ഈ അനു തന്നെ നിൽക്കുകയാണ്, അനുവിന് എന്തൊരു ഈഗോ ആണ്, ഒന്ന് നമ്മളെയൊക്കെ ഒന്ന് കുക്ക് ചെയ്യാൻ സമ്മതിച്ചുകൂടെ എന്ന് പറയാം. അപ്പോൾ അപ്പാന് കിച്ചണിൽ കയറി കുക്ക് ചെയ്യാനല്ലേ ആ കൊച്ച് പറയണത്, ജോലി എടുക്കാനല്ലേ ആ കൊച്ച് പറഞ്ഞത്, പിന്നെ ഒന്ന് സമ്മതിച്ചൂടെ എന്നൊക്കെ പറയണം. അവിടെ ഇവരൊന്നും അടുക്കുന്നേ ഇല്ല, അവർ ഈഗോ തലയ്ക്ക് പിടിച്ച് നിൽക്കുന്ന ആളാണ് അനു എന്നൊക്കെ പറയാനായിട്ട്. എന്താ പറയാം, നിങ്ങളുടെ ഭക്ഷണം ഒരേ ടേസ്റ്റ് ആയതുകൊണ്ട് അത് കഴിച്ച് മടുത്തു എന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് നവീനടുത്ത് കംപ്ലയിൻറ്റ് ചെയ്യാൻ പറയാം, ഇവരെന്നെ സഹകരിക്കുന്നില്ല, ഇവരെന്നോട് കൂട്ടുന്നില്ല എന്നൊക്കെ പറയാൻ വേണ്ടി തന്നെ പോയി. ആ സമയത്ത് നമ്മുടെ അനു പറയാം, ഞാൻ അവർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കും, പിന്നെ രണ്ടാമത് ചോദിച്ചു കഴിഞ്ഞാൽ ടേസ്റ്റില്ലാത്ത ഭക്ഷണമല്ലേ, പിന്നെ തന്നെ രണ്ടാമത് ചോദിക്കുന്നത് ഞാൻ എന്തായാലും ചോദിക്കും എന്നൊക്കെ പറയാം. അപ്പോൾ അപ്പാനി എന്നിട്ട് സ്വേച്ഛാധിപതി, നിങ്ങൾ ആർക്കൊക്കെ ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കണം, അവർ ഓൾറെഡി ഒരു ഭക്ഷണം ഉണ്ടാക്കിയ പകുതിയായി, ഇനിയിപ്പോൾ എങ്ങനെ വേറെ ഉണ്ടാക്കണമെന്ന് ചോദിക്കുക. അപ്പം അല്ല, എനിക്ക് വേണ്ടി മാത്രം സെപ്പറേറ്റ് ഭക്ഷണം ഉണ്ടാക്കട്ടെ. പറഞ്ഞു, ഓൾറെഡി ഉണ്ടാക്കുമല്ലേ, പിന്നെ എങ്ങനെ ഉണ്ടാക്കും, എന്നാൽ ശരി കുഴപ്പമില്ല. ഇവർക്ക് ഇതൊരുമാതിരി എന്താണ് ഭ്രാന്ത് പിടിച്ചൊരു വ്യക്തിയാണ് മറ്റേ അനു. ഈ കുട്ടിയോട് അത് ഭ്രാന്തമായിട്ട് പെരുമാറുന്നുണ്ട്, ഞാൻ അതൊക്കെ നോക്കി നിൽക്കേണ്ട വല്ല കാര്യമുണ്ടോ, ഇത് എന്നെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്നൊക്കെ നവീൻ പറയാം. എന്നിട്ട് അവർക്ക് ആളെ വേണ്ടെങ്കിൽ വേണ്ട, നമുക്ക് പോവാം, ആരും ഹെൽപ്പ് ചെയ്യേണ്ട അവരെ എന്നൊക്കെ പറയാം. അപ്പനെ പറഞ്ഞു, ഇവർ ഓൾറെഡി പകുതി വർക്ക് കഴിഞ്ഞല്ലോ, തുടങ്ങി പകുതിയായി. അപ്പം റെന പറഞ്ഞു, ഞാൻ വന്ന സമയത്ത് ഇവർ വർക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല, എൻ്റെ അടുത്തുള്ള ഈഗോ കാരണം അപ്പം തന്നെ വേഗം തക്കാളി എടുത്ത് ഇവരെല്ലാം കട്ട് ചെയ്തെല്ലാം ഇട്ടതാണെന്നൊക്കെ പറയാം. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പാനിക്ക് അങ്ങോട്ട് ദേഷ്യം വരാൻ തുടങ്ങി. ആരും അപ്പാന് പറഞ്ഞേക്കില്ല. രേണുവിനടുത്ത് പറഞ്ഞു, ചേച്ചി എന്ന് പറയുന്ന കേക്ക് ഞാനെങ്ങനെ ഒറ്റയ്ക്ക് തീരുമാനം എടുക്കണം, നീ ഇവിടെ ക്യാപ്റ്റൻ ആയിരുന്ന സമയത്തൊന്നും എല്ലാവരുടെ കൂടെ ചേർന്നിട്ട് ഒരുമിച്ചല്ല തീരുമാനം എടുത്തത്, അപ്പം ഞാൻ മാത്രം എങ്ങനെ തീരുമാനം എടുക്കണം, ഞാൻ പറഞ്ഞൊന്ന് കേക്ക് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. നിങ്ങൾ എന്നാന്ന് വെച്ചാൽ ഉണ്ടാക്ക്, ഒരു കുഴപ്പമില്ല, ആരും ഇങ്ങോട്ട് വരുന്നില്ല, പോരെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അപ്പാനി വഴക്കിട്ട് അങ്ങോട്ട് പോവുകയാണ്. പിന്നെ അടുത്ത സീനിൽ നമ്മുടെ ജിസയിലും നവീനും കൂടെ തമ്പുരാനായിട്ട് വരും. ഇവിടെ മുടിയൊക്കെ ഇങ്ങനെ കെട്ടി വെച്ച് പൂവൊക്കെ വെച്ചിട്ട് തമ്പുരാട്ടിയായിട്ടൊക്കെ വരികയാണ് കേട്ടോ. അപ്പോൾ എന്താണ് തമ്പുരാനും ഈ ദേശത്തിലേക്ക് സ്വാഗതം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും അനീഷും ഒക്കെ ഫ്രണ്ടിൽ നിന്നിട്ട് ഇങ്ങനെ സ്വാഗതമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വരിക. അത് കഴിഞ്ഞിട്ട് മറ്റേ കിച്ചൺ സൈഡിൽ വന്നപ്പോൾ നമ്മുടെ അപ്പാനി ഒരു മുളക് കൊണ്ട് കൊടുക്കുകയാണ്. തമ്പുരാട്ടിക്ക് ഞങ്ങളുടെ കിച്ചൺ ടീമിൻ്റെ വക സമ്മാനം. സ്വീറ്റ് മുളകോ നിൽക്കുന്നത്, നിങ്ങൾക്ക് മധുരം തരാമായിരുന്നു, പഞ്ചസാര. അപ്പം മധുരം ഒന്നും ഇവിടെ ഇല്ല, പഞ്ചസാര ഇല്ല. അപ്പോൾ അനു വന്നിട്ട് ഒരു എന്താണ് കോഫി കള്ളി വന്നിട്ട്, ഇവിടെ കോഫി ഉണ്ടായിരുന്നു, പഞ്ചസാര ഉണ്ടായിരുന്നു, പക്ഷെ ഒരു കള്ളി വന്നിട്ട് കോഫി എടുത്തുകൊണ്ട് പോയി, ഒരു കള്ളം വന്നിട്ട് പഞ്ചസാര എടുത്തുകൊണ്ട് പോയി എന്ന് പറയും. അപ്പോൾ ജിസേൽ പറയും, എന്തായാലും ചപ്പാത്തി എടുത്ത ആ കള്ളിയുടെ അത്രയും വരില്ല എന്ന് പറയും. പിന്നെ ചപ്പാത്തി കള്ളി ഇവിടെ ക്യാമറയിൽ നോക്കി അറിയാം ആരാണ് ചപ്പാത്തി എടുത്തോണ്ട് പോയതെന്നൊക്കെ പറഞ്ഞ്
തിരിച്ചറിയാം. അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മുടെ റെന വേഗം കോഫിയൊക്കെ ഉണ്ടാക്കി നവീനും കൊണ്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് അവിടെ അപ്പനും പറയാം തമ്പുരാട്ടിയുടെ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, തമ്പുരാട്ടിയുടെ ഭടന്മാരോട് മാത്രമേ ഞങ്ങൾക്ക് പ്രശ്നമുള്ളൂ. എന്നിട്ട് അപ്പോഴേക്കും അനു ബാക്കി പറയാം ഏതെങ്കിലും പെണ്ണുങ്ങളെ കണ്ട അപ്പോൾ തുടങ്ങും ഇളക്കം എന്ന് പറയും. ഇത് അപ്പാനി കേട്ടോ. അപ്പാനിക്ക് ദേഷ്യം പറ്റും. അപ്പാനെ അങ്ങോട്ട് വയലൻ്റായി. അപ്പാന് പറഞ്ഞു അനു നീ മിണ്ടാണ്ടിരുന്നോ, നിന്നോട് തിരിച്ച് പറയാൻ എനിക്ക് അറിയാൻ വേണ്ടിയിട്ടല്ല എന്നൊക്കെ പറഞ്ഞു. എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ പറയാം ഇവള് പറയണം പെണ്ണുങ്ങളെ കണ്ടാൽ എനിക്ക് ഇളക്കണമെന്ന് പറയാണെന്ന് പറയും. പിന്നെ അവിയൻ അയ്യോ അത് വളരെ മോശം അങ്ങനെയൊക്കെ പറയണത്. അപ്പോൾ ജിസേലർ എല്ലാ ചേട്ടന്മാരെയും പറ്റി ഇവൾ ഇത് തന്നെയാണ് പറയണത്. അപ്പോൾ ഞാൻ നിന്നെ പറ്റി തിരിച്ച് അങ്ങനെ പറഞ്ഞാലോ പറഞ്ഞോ പിന്നെ നിൻ്റെ സ്റ്റാൻഡേർഡ് അല്ലോ എനിക്ക്, ഞാനങ്ങനെ പറയില്ല എന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചു നേരം കഴിയുമ്പോൾ പിന്നത് കറി എടുക്കണ കാര്യം പറഞ്ഞിട്ട് പൊരിഞ്ഞടി അവിടെ. മറ്റേ അനുവാണെങ്കിൽ കറിപ്പാത്രം കെട്ടിപ്പിടിച്ചിട്ട് നിൽക്കുക, ഞാൻ ആർക്കും തരില്ല കറി, ഞാൻ തരില്ല. അപ്പം മറ്റൊരു തമ്പുരാട്ടിക്ക് കൊടുക്കും. ഒന്നുമില്ല, അവർക്കുള്ള കറി അവർ വേറെ ഉണ്ടാക്കാന്നല്ലേ പറഞ്ഞു. ഞാൻ അപ്പോഴേ പറഞ്ഞാണ് ഒരുമിച്ച് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവർക്ക് പറ്റില്ല, വേറെ കറി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളം. ജിസേൽ ഇതെന്തിനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ബഹളം. അപ്പോൾ അപ്പാന് മറ്റേ അക്ബർ പറഞ്ഞിട്ട് അതവർ കളിച്ച് നേടിയതാണ്, ആ സ്വച്ഛാധിപതി എന്നുള്ള ഇത് കളിച്ച് നേടിയാണ്. അപ്പോൾ അവർക്ക് ആദ്യം ഭക്ഷണം കൊടുക്കണം, അതൊന്നും പറ്റില്ല, എല്ലാം ഉണ്ടാക്കി കഴിയുമ്പോൾ എല്ലാവർക്കും ഒരേപോലെ തരാം. അപ്പോൾ നമുക്കൊക്കെ ഉള്ളത് റേഷനാണ്, അവർക്കത് അധികാരത്തിൻ്റെ ഇതുള്ളതാണ്, അവർക്ക് ആദ്യം കൊടുക്കണം എന്ന് പറഞ്ഞു. അതൊന്നും പറ്റില്ല, കൊടുക്കുമ്പോൾ അങ്ങോട്ട് ഒരുമിച്ച് കൊടുക്കും, ഇത് ഞങ്ങളുടെ കറിയാണെന്ന് പറഞ്ഞാൽ കെട്ടിപ്പിടിച്ചിക്കുക. അത് കഴിഞ്ഞിട്ട് അപ്പം അതിലേക്ക് ദേഷ്യമുണ്ട്, അവർക്ക് എടുത്തങ്ങോട്ട് അണ്ണാക്കിൽ ഒഴിച്ചു കൊടുക്കുമെന്ന് പറയാം മറ്റേ തമ്പുരാട്ടിയുടെ. അത് കഴിഞ്ഞപ്പം മറ്റേ ശൈത്യം വന്നിട്ട് പറയാം നിങ്ങൾക്കുള്ള കറിയാണ് ഉണ്ടാക്കുന്നത്, എന്തിനാണ് ഇങ്ങനെ ബഹളം വെക്കണമെന്നൊക്കെ ചോദിക്കുക. അങ്ങനെ ഫുൾ പൊരിഞ്ഞടി, അങ്ങോട്ടും പൊരിഞ്ഞടി. ഇടയ്ക്ക് മറ്റേ ജിസേൽ വന്ന് ഗ്യാസ് ഓൺ ചെയ്യാൻ നോക്കുന്നു. അപ്പം ഗ്യാസ് ഓഫാക്കി വെച്ചേക്കണ കണ്ടില്ലേ എന്ന് പറയാം. അപ്പം പറഞ്ഞാൽ അത് ക്യാപ്റ്റനാണ് ഓഫാക്കിയത്, ഞങ്ങളല്ല എന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് ജിസേൽ പറയാം ശൈത്യ നീ എന്താണ് അവൾ നിൻ്റെ മാലിക്കാണോ എന്ന് ചോദിക്കാം. അതായത് ശൈത്യ വേലക്കാരിയാണോന്നോ മറ്റേ അനുവിൻ്റെ. അപ്പം അത് തന്നെ വേലക്കാരി തന്നെ. അപ്പം പിന്നെന്തിനാണ് നിനക്ക് ഞങ്ങൾ വോട്ട് ചെയ്യണത്, നിന്നെ ഞങ്ങൾ ജയിപ്പിക്കണത് എന്തിനാണ്? അയ്യോ എൻ്റെ ദൈവമേ എനിക്ക് ആരെയും വോട്ടും വേണ്ട ഒന്നും വേണ്ട, എന്നെ നോമിനേറ്റ് ചെയ്ത് അങ്ങോട്ട് വിട്ടോ, അതാണ് നല്ലതെന്നൊക്കെ പറഞ്ഞ് ദേഷ്യമായിട്ട് പോയി കുറേ കയ്യിലും ഒക്കെ കുറേ ഇടിയൊക്കെ കൊടുത്തിട്ട് അവൾ മറ്റേ ബാത്റൂമിൻ്റെ ഭാഗത്തേക്ക് പോകും. അപ്പം അതിലെ നൂരം കൂടെ അവിടെ നിന്ന് സംസാരിക്കുകയാണ്. അവരും ദേഷ്യപ്പെട്ട് അവിടെ പോയി നിൽക്കുന്നത്. അപ്പോഴേക്കും ഈ ശൈത്യം ദേഷ്യപ്പെട്ട് അവിടെ മതിൽ പിടിക്കുമ്പോഴേക്കും രണ്ടും കൂടെ കയറി പിടിക്കും. അതുകൊണ്ട് പിന്നെ അനു ശൈത്യം കൂടെ റൂമിലിരുന്ന് സംസാരിക്കുക. ശൈത്യം ഭയങ്കര കരച്ചില്ല. അനു എന്തിനാ നീ ഇങ്ങനെ കരയണത്, എന്തിനാണ് നീ നല്ല ധൈര്യമുള്ള വെച്ചല്ലേ, നീയാണ് എനിക്ക് ധൈര്യം തരുന്നത്, ഞാനാണ് മിണ്ടുമ്പോൾ കരയണ ഒരാൾ, നീ ഒരു അഡ്വക്കേറ്റൊക്കെ അല്ലേ, നീ പിടിച്ച് നിൽക്ക്, പലതും പറയും, ഞാനതൊക്കെ കേട്ടിട്ട് പിടിച്ചെന്നില്ല, നീ പോയി കേട്ട് അവരെന്തൊക്കെ എന്നെ പറഞ്ഞു, ഞാൻ പിടിച്ച് നിൽക്കുകയാണ്, നീ എൻ്റെ കൂടെ ധൈര്യം കളയല്ലേ എന്നൊക്കെ പറഞ്ഞ് രണ്ടും കൂടി സംസാരിക്കണേ. അടുത്ത സീനിൽ അപ്പാനി ആതിലയുടെ പുറകെ നടക്കുക, കുറച്ച് ഭക്ഷണം കഴിക്കുക, ഞാൻ വാരി തട്ടേന്നൊക്കെ പറഞ്ഞ് വാരി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ എന്നിട്ട് സർപ്രൈസ് ആയിട്ട് നമ്മുടെ ആതിലയുടെ ബർത്ത്ഡേ ആണ്, ബർത്ത്ഡേക്ക് സർപ്രൈസായിട്ട് കേക്ക് വരുന്നു, ബിന്നിയുടെ ആനിവേഴ്സറി ആണ്, അപ്പോൾ അതിൻ്റെ കേക്കും വരുന്നു. പിന്നെ ആതിലയുടെ ഫാമിലിയൊക്കെ വിഷയമുണ്ട്, വീഡിയോ വരുന്നുണ്ട്. പിന്നെ ബിന്നി ഹസ്ബൻഡിൻ്റെ അടുത്ത് വിഷയൊക്കെ അറിയിക്കുകയാണ്. പിന്നെ അതോടെ കഴിഞ്ഞു. ബിന്നിയുടെ ഹസ്ബൻഡ് വോയിസ് ആയിട്ടാണ് വിഷു വരുന്നത്. പിന്നെ ബിഗ് ബോസ് പ്ലസ് ആണ് കേട്ടോ. പിന്നെ ആര്യൻ പറയണം അനു രാവിലെ മുട്ട തലയിൽ വെച്ചിട്ടിരിക്കുക, അനു തലയിൽ മുട്ട വെച്ചിട്ടുണ്ട്, മുട്ട എന്ന് പറഞ്ഞ് വിളിക്കട്ടെ ആര്യൻ. അപ്പോൾ അനു പറയാം നീയും കൂടെ ഉണ്ടല്ലോ പിന്നെ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ തമാശ പറയാം. പിന്നെ രേണു ഭയങ്കര കരച്ചിൽ, എനിക്ക് പിള്ളേരെ മിസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിൽ. എന്നിട്ട് പിന്നെ ബിന്നി വന്ന് ക്യാമറയിൽ ഇങ്ങനെ പറയാം ഹസ്ബൻഡിൻ്റെ കൂടെ ഒപ്പമില്ലാത്ത ആദ്യത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്, അടുത്ത പോലെ നമ്മൾ ഒരുമിച്ചുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയാം. പിന്നെ രേണു എന്നിട്ട് ബിഗ് ബോസിൻ്റെ അടുത്ത് സംസാരിക്കും. ബിഗ് ബോസ് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിൽക്കേണ്ടതല്ലേ, നിങ്ങൾ ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികൾ നേരിട്ടതാണ്, അപ്പോൾ ഇതിനെയൊക്കെ തരണം ചെയ്യണ്ടേ എന്നൊക്കെ പറയാം. അപ്പം പറഞ്ഞു എൻ്റെ മോനാണെങ്കിൽ ഹസ്ബൻഡിനെ ടി വിയിൽ മാത്രമേ കാണുന്നുള്ളൂ, അപ്പോൾ ഇനിയിപ്പം എന്നെയും ടി വിയിൽ മാത്രം കാണുമ്പോൾ ഞാനും മരിച്ചുപോയി എന്നല്ല വിചാരിക്കുമോ എന്നൊക്കെ പറയും. അപ്പം ഇത് ബിഗ് ബോസ് പറയും അത് കുഴപ്പമില്ല, കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കാം, കുഴപ്പമില്ല, ഞാൻ എൻ്റെ കിച്ചുവിനെ ഋതപ്പിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒന്ന് ബൂസ്റ്റ് ചെയ്തൊക്കെ വിടും നമ്മുടെ ബിഗ് ബോസ്. പിന്നെ എന്നിട്ട് ആര്യൻ
നമ്മുടെ അപ്പാൻ്റെ അടുത്ത് പറയാം, ഈ ക്യാപ്റ്റൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ലക്കാണ് കേട്ടോ, ലക്കി ആയിട്ടുള്ളവർക്ക് കിട്ടുകയുള്ളൂ, എത്ര കളിച്ചാലും ലക്കും കൂടെ വേണമെന്നൊക്കെ പറയാം. അതുകൊണ്ട് പിന്നെ മറ്റേ ഷാനവാസ് ഉള്ളിൽ അവരുടെയൊക്കെ ആ ടീമിനെ നമുക്ക് അങ്ങോട്ട് ബ്രേക്ക് ചെയ്യണം, അവർ ഒരുമിച്ച് ഒരിക്കലും ഇടരുത്, ടീം സ്പ്ലിറ്റ് ചെയ്യണം. പിന്നെ ഈ ഷാനവാസിനെയും അഭിലാഷിനെയൊക്കെ കിച്ചണിലേക്ക് അവരും ജോലിയായിട്ട് നമ്മൾ വെറും പട്ടിപ്പണിയെടുത്ത് മടുത്തു എന്നൊക്കെ പറയാം. പിന്നെ ഏറ്റവും ടാസ്ക്കാണ്, നേരത്തെ ആ സ്പീച്ച് ചെയ്യാനുള്ള ടാസ്കില്ല, അതിൻ്റെ അകത്ത് 6 പേരെ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ആരാന്ന് ചൂസ് ചെയ്തില്ലേ. അപ്പോൾ അതിൻ്റെ അകത്ത് അനീഷിൻ്റെ അടുത്ത് നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുന്ന ആളല്ലേ, അപ്പോൾ നിങ്ങൾ സ്വേച്ഛാധിപതിയായിട്ട് വരുവാണെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും ഇവിടുത്തെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യണമെന്ന് പറയാം. അപ്പോൾ ഞാനിവിടെ ക്യാപ്റ്റൻ ആയിരുന്ന സമയത്ത് ഞാനെല്ലാം വളരെ ഭംഗിയായിട്ട് ഹാൻഡിൽ ചെയ്തിരുന്നു. എനിക്ക് അപ്പോൾ ഒന്നും പ്രത്യേകിച്ച് ഒന്നും നോക്കാനില്ല, എനിക്ക് വളരെ ഭംഗിയായിട്ടെല്ലാം ഹാൻഡിൽ ചെയ്യാൻ അറിയാമെന്നൊക്കെ പറയാൻ. പിന്നെ ഇതിനടുത്ത് ചോദിക്കുകയാണ്, നിങ്ങൾ ഇപ്പോൾ എല്ലാ ഭക്ഷണവും കഴിച്ച് അങ്ങനെ എല്ലാ കട്ടെടുക്കുക അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ സ്വേച്ഛാധിപതി ആയിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ പട്ടിണി കിടന്ന് ചാവുമോ എന്ന് ചോദിക്കുക. പിന്നെ അവൻ പറയും, ഞാനിതുവരെ ഇവിടെ വന്നിട്ട് കട്ടെടുത്തിട്ട് നിങ്ങളാരും പട്ടിണി കിടന്നിട്ടില്ല, എല്ലാവർക്കും മര്യാദക്ക് ഭക്ഷണം കിട്ടിയിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഒരു കൊറിയോഗ്രാഫറൊക്കെയാണ്, എനിക്ക് എൻ്റെ എപ്പോഴും ഞാൻ പെഡിക്യൂറും മാനിക്യൂറൊക്കെ അങ്ങനെയൊക്കെ ചെയ്ത് ഭയങ്കര ടേക്ക് കെയർ ഒക്കെ ചെയ്യുന്ന ആളാണ്. ഇവിടെ വന്നിട്ട് എൻ്റെ സ്കിന്നൊക്കെ ഭയങ്കര ബാഡായി, അപ്പം ഞാൻ തന്നെ ടേക്ക് കെയർ ചെയ്യണം. ഞാൻ കണ്ടില്ലേ പഴയതുപോലെ തന്നെ ഇരിക്കണം, നിങ്ങളൊക്കെ മെലിഞ്ഞുണങ്ങി ഇരിക്കണില്ലേ, അപ്പോൾ ഞാനിങ്ങനെ എടുത്തു എന്ന് വിചാരിച്ചിട്ട് പ്രത്യേകിച്ച് അവിടെ ആർക്കും ഒരു ഫുഡിന് കുറവൊന്നും വരുന്നൊന്നും ഇല്ലോ എന്നൊക്കെ പറയാം. പിന്നെ ജിസേലത്ത് കള്ളത്തരമാണോ ജിസേലിൻ്റെ സ്ട്രാറ്റജി എന്ന് ചോദിക്കുക. അപ്പോൾ ജിസേൽ, ഞാനിവിടെ റൂൾസ് ഉണ്ടാക്കും, സ്വേച്ഛാധിപതി എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഇഷ്ടമുള്ള ടൈപ്പുള്ള റൂൾ ഉണ്ടാക്കാം, വീക്കായിട്ടുള്ള ആളെ എങ്ങനെ സ്ട്രോങ് ആക്കണം, സ്ട്രോങ് ആയിട്ടുള്ള ആളെ എങ്ങനെ റെഡിയാക്കി എടുക്കണം, അങ്ങനെയൊക്കെ ഓരോരുത്തർ ഇതനുസരിച്ച് പ്രത്യേകമായിട്ട് ഡ്യൂട്ടി കൊടുക്കും. എല്ലാവർക്കും ഒരേപോലെ ഞാൻ ഈക്വലായിട്ടൊന്നും സാധനങ്ങളൊന്നും കൊടുക്കില്ല, എനിക്ക് ഇഷ്ടമുള്ള ആൾക്ക് കുറച്ച് കൂടുതൽ കൊടുക്കും, അല്ലാത്തൊരു കുറവ് കൊടുക്കും, അങ്ങനെ ഞാൻ ഡിസൈഡ് ചെയ്യും എല്ലാം, ഞാൻ പുതിയ റൂൾ ഉണ്ടാക്കും, ഞാൻ എല്ലാവരെയും പഠിപ്പിക്കും എന്നൊക്കെ പറയാം. രേണു കുറേ കരയുന്നുണ്ടല്ലോ, ഈ കരയുന്നത് ഇത് വെച്ചിട്ട് എങ്ങനെ സ്വേച്ഛാധിപതി ആവാൻ പറ്റും എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ കരുണ, സ്നേഹം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് എൻ്റെ മനസ്സിലുള്ളത്. ഇതൊരു സ്വേച്ഛാധിപതിക്ക് ചേരുന്ന കാര്യമല്ല എന്ന് എനിക്കറിയാം, എന്നാലും എനിക്കിങ്ങനെ സംസാരിക്കാനുള്ള അവസരം തന്നതിന് വലിയ കാര്യം, ഞാൻ ഇതിന് പറ്റിയ ആളല്ല എന്നൊക്കെ പറഞ്ഞാൽ അത് കൊളാക്കിയിട്ടാണ്. പിന്നെ ഒണിയിൽ മെയിൽ ഷോവനിസ് അല്ലേ, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ സ്വേച്ഛാധിപതിയായി എങ്ങനെ ശരിയാവും എന്ന് ചോദിക്കുക. അപ്പോൾ ഒരു സ്ത്രീക്ക് ഒരു പ്രശ്നം ഉണ്ടായി, ആ കുട്ടിയാണ് പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുന്ന സമയത്താണ് ഞാൻ ആ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് സംസാരിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് ന്യായീകരണമൊക്കെ പറയാം. പിന്നെ റെന വീട്ടിലുള്ള ആളുകളെ നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുന്നില്ലോ, എടാന്ന് വിളിക്കുമ്പോൾ എടീന്ന് വിളിക്കുന്നു, അത് മാത്രമല്ല അങ്ങനെ വിളിച്ചാലും കുഴപ്പമില്ല, പക്ഷെ നിങ്ങൾ വീട്ടിലുള്ള ആൾക്കാരെ പറയുന്നു, അതെന്തുകൊണ്ടാണെന്ന് പറയാം. അപ്പം നിങ്ങൾ ചതിവതയായി എങ്ങനെ ശരിയാവും, പറയാം ഇങ്ങോട്ട് റെസ്പെക്റ്റ് തന്നാൽ തിരിച്ചും റെസ്പെക്റ്റ് തരും, ഇങ്ങോട്ട് എടി പൊടി എന്ന് വെച്ചാൽ തിരിച്ചും അങ്ങോട്ട് വിളിക്കുക, അങ്ങനെ വിളിക്കണമെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ വീട്ടുകാരെ പറയണത് എന്തിനാണെന്ന് നിൽക്കുക, അത് എന്നെ പറ്റി മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടുകാരെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തിരിച്ചും അങ്ങോട്ട് പറയും എന്നൊക്കെ പറയണം. പിന്നെ അഭിലാഷ് എല്ലാം ഒരു കാര്യത്തിൽ ഇടപെടില്ല, ആരെങ്കിലുമൊക്കെ വിളിച്ചിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഇല്ലെങ്കിൽ അവരെ സെപ്പറേറ്റ് വിളിച്ചിട്ട് പ്രോബ്ലം സോൾവ് ആക്കാനൊക്കെ നോക്കുന്നു. അപ്പം ഇങ്ങനെ ഒരു കൗൺസിലറിനെ പോലെയുള്ള ഒരു മനുഷ്യൻ നമ്മുടെ സ്വേച്ഛാധിപതി ആയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ശരിയാവണത്. അപ്പം എനിക്കിങ്ങനെ കുറേ ബഹളം ഇങ്ങനെ വെക്കണമെന്നും അത്രയ്ക്ക് ഇഷ്ടമല്ല, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ വിളിച്ച് തീർക്കാവുന്നതേ ഉള്ളൂ, അല്ലാതെ അത് വലിയൊരു പ്രോബ്ലം ആക്കി കൊണ്ടു നടക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയണം. പിന്നെ അനുവിനാണെങ്കിൽ ഡിബേറ്റ് ഇതൊന്നും സംസാരിക്കാൻ സമയത്ത് അപ്പോഴേക്കും എല്ലാം കൂടെ ചാടി വീഴാണ് കേട്ടോ. ഈ ഡിബേറ്റ് വന്നപ്പോൾ അണ്ണാക്കി പിരിവെട്ടി പോലെ നിന്നല്ലോ. പിന്നെ നവീൻ്റെ കൂടെ ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ട്രൈ ചെയ്തല്ലോ, പിന്നെ ആര്യൻ്റെ കൂടെ ലവ് സ്ട്രാറ്റജി ട്രൈ ചെയ്തല്ലോ, അത് എന്തൊക്കെ കോപ്രായങ്ങളാണ് കാണിക്കുന്നത്. ഇതിനെ നീ ചതിയായി അങ്ങനെ ശരിയാവുമെന്ന് വയ്ക്കുക. അപ്പോൾ കണ്ടന്റ് ഉണ്ടാക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല, എല്ലാവരും ഇങ്ങോട്ട് വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ടാണ് കണ്ടന്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ 21 വയസ്സുള്ള ആര്യന് 30 വയസ്സായ ഞാൻ എന്തായാലും പ്രേമിക്കാൻ പോകണില്ല, ഞാൻ അവനെ ബ്രദറായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇരട്ടത്താപ്പ് നിൻ്റെ ഇരട്ടത്താപ്പാണെന്നൊക്കെ പറയാം. അനീഷ് അവിടെ നിന്ന് പറയും, മറ്റൊരു സ്ത്രീക്ക് ഒരു പ്രോബ്ലം ഉണ്ടായപ്പോൾ നിങ്ങൾ അവരുടെ കൂടെ നിന്നില്ല, അവർക്കെതിരെ എന്നൊക്കെ പറയാം, താൻ പോടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞ് ലാസ്റ്റ് ബെല്ലടിക്കുന്നവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഷാനവാസ്, സീരിയസ് ആയിട്ടൊരു കാര്യം വരുമ്പോൾ നിങ്ങളുടെ സൗണ്ട് പോവും, തന്നെയല്ല നിങ്ങൾ പലരുടെ നോട്ടത്തിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്, അപ്പം എന്താ നിങ്ങൾ ആയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ശരിയാവുമെന്ന് ചോദിക്കുക. അപ്പോൾ സൗണ്ട് ഇല്ല എന്ന് പറഞ്ഞാൽ എൻ്റെ ആദ്യത്തെ ആഴ്ച നിങ്ങളത്തൊക്കെ സംസാരിച്ചതിന് എൻ്റെ സൗണ്ടൊക്കെ പോയത്. പിന്നെ അക്ബറിൻ്റെ നോട്ടം എന്ന് പറഞ്ഞാൽ അത് ഇപ്പോഴും എനിക്ക് അറപ്പുള്ളൊരു നോട്ടമാണ് എന്നൊക്കെ പറയട്ടെ. പിന്നെ ഞാനൊരു മികച്ച ക്യാപ്റ്റനായിരുന്നു, എല്ലാ രീതിയിലുള്ള പരിഗണനയും ഞാൻ നിങ്ങൾക്ക് തരും, പരാതിയില്ലാത്ത ഒരു സ്വേച്ഛാധിപതിയായിരിക്കും ഞാൻ എന്നൊക്കെ പറയാണ്. പിന്നെ
അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ റെന പറഞ്ഞപ്പം എല്ലാവരെയും നല്ല നല്ല രീതിയിൽ ടേക്ക് കെയർ ചെയ്യുമെന്നൊക്കെ പറയാം. അപ്പോൾ അയ്യോ ഇത് സ്വേച്ഛാധിപതിയുടെ കാര്യമാണ് പറഞ്ഞത്, അല്ലാണ്ട് ജനാധിപത്യത്തിൻ്റെ കാര്യമില്ല എന്നൊക്കെ പറഞ്ഞാൽ അതിനൊക്കെ കുറേ കളിയാക്കണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബിന്നിനകത്ത് ഹൈജീൻ മാത്രം ഉണ്ട്, അല്ലാതെ നിങ്ങളെ ഒരു സ്ഥലത്തും കാണുന്നില്ലല്ലോ എന്നൊക്കെ പറയാം. അപ്പോൾ പറയാം, ഞാൻ എല്ലാ ടീമിലും ഇപ്പോൾ കിച്ചൺ ടീമിലാണെങ്കിലും വേറെ എന്തിനാണെങ്കിലും മറ്റേ ടാസ്കിലും ഒക്കെ ആണെങ്കിലും ഞാൻ എഫേർട്ട് ഇട്ട് എല്ലാത്തിനും ജയിച്ചിട്ടുണ്ട്. ഞാൻ ക്യാപ്റ്റൻസി ടാസ്കിലൊക്കെ ഞാൻ വന്നിട്ടുണ്ട്, എൻ്റെ പ്രസൻസ് ഞാൻ എല്ലാവരുടെയും കാണിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയാം. പിന്നെ ശൈത്യ എപ്പോഴും ഒരാളുടെ പുറകെ ഇങ്ങനെ നിന്ന് കളിക്കാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ ചോദിക്കാനാണ്. അപ്പോൾ പറയാം, ഇല്ല ഞാൻ ഒരിക്കലും അങ്ങനെ ഒരാളുടെ പുറകെ നിന്നിട്ടല്ല ഞാൻ കളിക്കുന്നത്. ശൈത്യത്ത് പറയാം, നിങ്ങൾ ആരെങ്കിലും സപ്പോർട്ടായിട്ടൊക്കെ നിൽക്കുക, പിന്നെ ഒരു പറഞ്ഞാരും മാറ്റി പറയും, ഇങ്ങനെയൊക്കെയാണല്ലോ കാണുന്നത്. അപ്പോൾ നിങ്ങൾ സ്വേച്ഛാധിപതിയായ എങ്ങനെയാണെന്ന് ചോദിക്കുക. അപ്പോൾ ഞാൻ ആരതാണല്ലോ എന്നല്ല നിൽക്കുന്നത്, ഞാൻ വന്ന സമയത്ത് തന്നെ വേണ്ട വിധത്തിലൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്കെതിരെ ഫസ്റ്റ് 2 വീക്സ് ഞാൻ ഭയങ്കര വീക്കായിരുന്നു. അപ്പോൾ എനിക്കെതിരെ സംസാരിച്ച ആൾക്കാരെന്നെ ഇപ്പോൾ 13 വോട്ട് തന്ന് എന്നെ ക്യാപ്റ്റൻസി ടാസ്കിലേക്കും ഒക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളെയൊക്കെ തന്നെ തിരുത്തി പറയിപ്പിച്ചിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്തിട്ട് ഞാൻ അപ്പോൾ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും അത് ഹൈഡ് ചെയ്ത് വെച്ചിട്ടില്ല എന്നൊക്കെ ശൈത്യ പറയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇരുന്നിട്ട് ബാത്റൂമിൻ്റെ ഭാഗത്ത് ഇരുന്നിട്ട് പറയാം, നമ്മുടെ നൂറെടുത്ത് പറയാം, നല്ല ഭംഗിയുള്ള ഞാൻ ബിഗ് ബോസിലേക്ക് വരുന്നതിന് മുമ്പുള്ളൊരു ഫോട്ടോ ആയിരുന്നു, അതാണ് ഇവർ കത്തിച്ച് കളഞ്ഞത്, ഒരു മനുഷ്യത്വം ഇല്ലാത്ത ആൾക്കാരാണ്, അവർക്കൊരു സങ്കടവും ഇല്ല എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ അപ്പുറത്ത് അക്ബർ, ഇവളാണ് പറഞ്ഞത് പണ്ട് മറ്റേ മുടി ഞാൻ മുട്ടടിക്കും, ഒരു ഫോട്ടോ കത്തിച്ചിട്ട് അത് സഹിക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഉള്ളതാണ് മുടി മുട്ടടിക്കും, എന്തൊരു ഷോയാണെന്നൊക്കെ പറയട്ടെ. ഈ ബാത്റൂമിൻ്റെ ഭാഗത്ത് നിന്നിട്ട് കണ്ണാടി നോക്കി ഭയങ്കര കരച്ചില്ല. അനുവിൻ്റെ കാര്യം പറയുകയാണ്, ഇപ്പം എത്രയായി കേൾക്കാൻ തുടങ്ങിയിട്ട്, എപ്പോഴും ഇത് തന്നെ അനുവിൻ്റെ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാന്ന് പറഞ്ഞാൽ കരച്ചില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ നവീൻ രാജാവായിട്ട് വരികയാണ്. അപ്പോഴേക്ക് അക്ബർ ഇരുന്നൊരു പാട്ടൊക്കെ പാടുന്നത്, രാജാവിൻ്റെ പാട്ടൊക്കെ നല്ല രസമുണ്ട് പാട്ട്. അതോടെ കഴിഞ്ഞു. പിന്നെ നാളത്തെ ആയിട്ട് കാണിക്കുന്നത്, നാളത്തെ ടാസ്ക് ലെറ്റർ വായിക്കണം നമ്മുടെ അനു. അതിനകത്ത് എഴുതിയൊക്കെ മറ്റേ ഇത് പണിപ്പുരയിലേക്കുള്ള പ്രവേശന സമയമായി. അതിന് ഈ പ്രാവശ്യം നവീനും ജിസേലിനും മാത്രമാണ് പണിപ്പുരയിലേക്കുള്ള എൻട്രി ഉള്ളൂ. പിന്നെ അവർക്ക് മറ്റാരുടെയും വസ്ത്രമൊന്നും എടുക്കാൻ പറ്റില്ല, പോയിന്റിന് പരിധിയില്ല എന്ന് പറഞ്ഞ് ടൈമർ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം പുറത്തുനിന്ന് നമ്മുടെ റെന കൗണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർ രണ്ടും കൂടെ ഊട്ടി നടന്ന് കുറേ സാധനങ്ങളൊക്കെ എടുക്കുന്നത്, പിങ്കൊക്കെ എടുക്കണം, ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് എടുക്കണമെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഇതോടെ എപ്പിസോഡ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് ഡേ 23 വിശേഷമായിട്ട് നാളെ കാണാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നാളത്തെ വിശേഷങ്ങളായി നമുക്ക് നാളെ കാണാം. അതുവരെ ബൈ.